മദനി കേസിൽ കർണാടക സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സുപ്രീം കോടതി. മദനി കേരളത്തിൽ പോകുന്നത് തടയാനുള്ള നീക്കമാണ് കർണാടക സർക്കാരിൻ്റെതെന്ന് കോടതി പറഞ്ഞു. വിധി അട്ടിമറിക്കാനാണ് കർണാടകത്തിന്റെ ശ്രമം. 15 ലക്ഷം രൂപ എന്ന തുക അംഗീകരിക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉണ്ണി, രൂക്ഷ വിമർശനം തന്നെയാണ് സുപ്രീം കോടതി നടത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി ചൂണ്ടിക്കാട്ടിയത്? കേരളം എടുത്ത നിലപാടെന്തായിരുന്നു ഈ വിഷയത്തിൽ? പ്രവീൺ, തീർച്ചയായും ഒരു സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീം കോടതി ഇത്ര കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നത് സമീപകാലത്ത് ആദ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. അത്രമേൽ രൂക്ഷമായ വിമർശനമാണ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് മദനി കേസിൽ കർണാടക സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് മദനിക്ക് മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും അമ്മയെ സന്ദർശിക്കുന്നതിനുമായി കേരളത്തിൽ പോകാൻ അനുമതി നൽകിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. 14 ദിവസത്തേക്ക് അനുമതി ലഭിച്ചതിനു ശേഷമാണ് യാത്ര തടസ്സപ്പെടുത്തുക എന്നൊരു ഗൂഢലക്ഷ്യത്തോടു കൂടി കർണാടക സർക്കാർ 15 ലക്ഷം രൂപയുടെ ബിൽ നൽകിയെന്ന വിമർശനം ഉയർന്നിരുന്നത്. അതായത് 14 ലക്ഷം രൂപ, ഈ 15 ലക്ഷം രൂപയുടെ ബിൽ നൽകിയിരുന്നത് 19 സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചിലവ് സഹിതമാണ്. ഈ ചിലവിനെ ചോദ്യം ചെയ്താണ് മദനിയുടെ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത്രയും ഭീമമായ തുക എങ്ങനെ മദനിക്ക് നൽകാൻ കഴിയും? കോടതി വിധി നടപ്പാക്കാതിരിക്കുകയാണ് കർണാടക സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രശാന്ത് ഭൂഷൺ ഇന്ന് കോടതിയെ അറിയിച്ചു. ഇക്കാര്യം പരിഗണിച്ചാണ് സുപ്രീം കോടതി കർണാടക സർക്കാരിനോട് വളരെ പ്രസക്തമായ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇത്രയും വലിയൊരു തുക ഏത് സാഹചര്യത്തിലാണ് ചുമത്താൻ കഴിയുക? ഈ മദനിക്ക് സുരക്ഷയൊരുക്കാൻ എത്തുന്ന ഒരു ACPക്ക് ഒരു ദിവസം നൽകേണ്ട തുകയായി ഈ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത് 8400 രൂപയാണ്. അദ്ദേഹത്തിന് ഇതിനകം ലഭിക്കുന്ന ശമ്പളം ഉണ്ടാകും. ശമ്പളത്തിന് പുറമെ ഒരു പ്രത്യേക ചുമതലയൊന്നും നിർവഹിക്കേണ്ടതില്ല എസ്കോർട്ട് വഹിക്കുമ്പോൾ. അത് അദ്ദേഹത്തിന്റെ ചുമതലയുടെ ഭാഗം തന്നെയാണ്. അങ്ങനെ ഇരിക്കെ 8400 രൂപ പ്രത്യേകമായി നൽകേണ്ട സാഹചര്യം എന്താണ്? ഈ ഉദ്യോഗസ്ഥർക്ക്, സുരക്ഷയ്ക്കായി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് TA-ക്കും DA-ക്കും മാത്രമുള്ള അവകാശം മാത്രമാണുള്ളത്. അപ്പോൾ ഈ 14 ലക്ഷം രൂപയുടെ ബില്ല് എങ്ങനെയാണ് നൽകാൻ കഴിയുകയെന്നും കോടതി ചോദിച്ചു. ഒപ്പം കർണാടക സർക്കാരിന് ഇതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ തിട്ടപ്പെടുത്തിയ ശേഷമാണ് ഈ നിരക്ക് നിശ്ചയിച്ചതെന്നായിരുന്നു കർണാടക സർക്കാർ അഭിഭാഷകന്റെ വിശദീകരണം. എന്നാൽ സുപ്രീം കോടതിയാകട്ടെ ഇക്കാര്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. മദനി കേരളത്തിൽ പോകുന്നത് ഏത് വിധേനയും തടയുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കർണാടക സർക്കാരിന്റെ ഇത്രയും ഭീമമായ ബില്ല് എന്നാണ് കോടതി പ്രതികരിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ ബില്ല് അംഗീകരിക്കാൻ കഴിയില്ല. നീതി നിഷേധിക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണിത്. സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് കർണാടക സർക്കാരിനെ ചിന്തിച്ചുകൂടെ എന്നും കോടതി ചോദിച്ചു. ഞാൻ വരാം. അഡ്വക്കേറ്റ് മുഹമ്മദ് റജീബ്, PDP ജനറൽ സെക്രട്ടറി ഒപ്പം ചേരുന്നുണ്ട്. മുഹമ്മദ് റജീബ്, PDP ഇന്നലെ തന്നെ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. കർണാടക സർക്കാർ ഗൂഢാലോചന നടത്തുകയാണ് മദനിയുടെ വരവ്, കേരളത്തിലേക്കുള്ള വരവ് തടയുന്നതിന് വേണ്ടി. ആ നിലപാട് അംഗീകരിക്കപ്പെടുകയല്ലേ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ ഇന്ന് കണ്ടത്. കാരണം സുപ്രീം കോടതിയിൽ ഇന്ന് കർണാടക സർക്കാരിന്റെ അഭിഭാഷകനെ രൂക്ഷമായ രീതിയിൽ കൂടിയാണ് ഇന്ന് കോടതി വിമർശിച്ചത്. വളരെ രൂക്ഷമായ രീതിയിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ഏത് സ്ഥാപനത്തോടാണ് നിങ്ങൾ കളിക്കുന്നത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള നിലയിൽ കൂടെ തന്നെ ചോദിച്ചു. ഒരു ദേഷ്യപ്പെടുന്നതിന്റെയും അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന്റെയും പരമാവധി ഒരു സംസാരമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ജസ്റ്റിസ് ബോബ്ഡെയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞങ്ങൾ നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം കർണാടകത്തിന്റെ അഭിഭാഷകൻ കൃത്യമായി കോടതിക്ക് മുമ്പിൽ വാക്ക് നൽകിയതാണ്. മിനിമം കോസ്റ്റ് മാത്രമേ ഈടാക്കുകയുള്ളൂ. അതിന് ഞാൻ ഉറപ്പ് നൽകുന്നു. അത് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ ഞാൻ ഉറപ്പ് നൽകുകയാണ് എന്ന് കോടതിക്ക് മുമ്പിൽ അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ ആ വാക്ക് പൂർണ്ണമായി ലംഘിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ യാത്ര മുഴുവൻ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കൂടിയുള്ള ചില കുൽസിത നീക്കങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാകാൻ കഴിയുന്നത്. കാരണം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ അഭിഭാഷകൻ, കർണാടക സർക്കാരിന്റെ അഭിഭാഷകൻ നൽകിയ ഉറപ്പിന്റെ കാര്യവും, അതുപോലെ തന്നെ അദ്ദേഹം മുമ്പ് കേരളത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ വളരെ തുച്ഛമായ തുകയിൽ ഏതാണ്ട് 20,000 രൂപയിൽ താഴെ മാത്രമാണ് ഈടാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ യാത്ര ചെയ്യാൻ അനുവദിച്ചത്. ഇതൊക്കെ വളരെ കൃത്യമായി കമ്മീഷണറും അതുപോലെ തന്നെ അവിടുത്തെ അഡീഷണൽ കമ്മീഷണർമാർക്കും ഉൾപ്പെടെയുള്ള വിങ്ങിന്റെ അടുത്തൊക്കെ വളരെ ശക്തമായ രീതിയിൽ കൂടി ഞങ്ങൾ ബോധ്യപ്പെടുത്തുക ചെയ്തിരുന്നു. പക്ഷേ അവര് അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇത് എങ്ങനെയെങ്കിലും അതെനിക്ക് കേരളത്തിലേക്ക് അദ്ദേഹത്തിന്റെ യാത്ര പൂർണ്ണമായും തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് അവര് ആഗ്രഹിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അതിനുവേണ്ടി തന്നെയാണ് അത് കേരളത്തെ മദനിയുടെ അഭിഭാഷകനായ ശ്രീ പ്രശാന്ത് ഭൂഷണ് വല്ലാതൊന്നും സംസാരിക്കേണ്ടി വന്നില്ല. ജസ്റ്റ് അവർ പുറപ്പെടുവിച്ച ആ തുക
അവയുടെ ലിസ്റ്റ് കാണിക്കുക മാത്രമാണ് ചെയ്തത്. ആ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ ജസ്റ്റിസ് ബോബ്ഡെയുടെ ഭാഗത്തു നിന്നുള്ള രൂക്ഷമായ വിമർശനമാണ് കർണാടക സർക്കാരിന് കേൾക്കേണ്ടി വന്നത്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാകണം. ഒരു നിരപരാധിയായ ഒരു തടവുകാരനെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതനും രാഷ്ട്രീയ പാർട്ടിയുടെ ചെയർമാനും ഒക്കെയായ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ പിന്തുടർന്ന് ദ്രോഹിക്കുന്ന ഒരു നടപടി അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് കർണാടക സർക്കാരിനോടും അവിടുത്തെ ഗവൺമെന്റിനോടും ഉദ്യോഗസ്ഥ വൃന്ദത്തോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. മുഹമ്മദ് റജി PDP നേതാവാണ് പ്രതികരിച്ചത്. എം ഉണ്ണികൃഷ്ണൻ തുടരുന്നുണ്ട്. ഉണ്ണി, ശരിക്കും സുപ്രീം കോടതി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സാമാന്യ ബുദ്ധിയില്ലേ ഒരു സംസ്ഥാന സർക്കാരിന് ഇങ്ങനെയൊക്കെ ചെലവ് കണക്ക് എഴുതി തരാമോ എന്നുള്ള രൂക്ഷമായ ചോദ്യം? പ്രവീൺ, തീർച്ചയായും സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ തന്നെ ഇത്ര വലിയ ബില്ല് എങ്ങനെയാണ് നൽകാൻ കഴിയുക എന്നാണ് കോടതി ചോദിച്ചത്. ഇപ്പോൾ റജീബ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഇന്നത്തെ കോടതി നടപടികൾ അവസാനിക്കും മുമ്പ് കോടതി പറഞ്ഞ കാര്യം, ഏത് സ്ഥാപനത്തോടാണ് നിങ്ങൾ കളിക്കുന്നത്? സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാതിരിക്കാനും നീതി നിഷേധത്തിനുമാണ് ഒരു സംസ്ഥാന സർക്കാർ നിലയുറപ്പിക്കുന്നത് എന്നാണ് കോടതി വിമർശന സ്വഭാവത്തിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് വളരെ പരമാവധി വിമർശനം തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു കർണാടക സർക്കാരിനെ. ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞിരിക്കുന്നത്, നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന ചിലവ് കണക്കുകൾ അത് അടിയന്തരമായി പരിഷ്കരിക്കണം. അതിൽ TADA മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിലവായിരിക്കണം നൽകേണ്ടത്. ആ ചിലവ് നാളെ സുപ്രീം കോടതിയിൽ രാവിലെ തന്നെ ഹാജരാക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഈ ചിലവ് എത്രയെന്ന് സംബന്ധിച്ച് സുപ്രീം കോടതി അന്തിമ തീരുമാനം എടുക്കുകയെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടി തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഇനി ഈ യാത്രാ ചിലവിൽ എത്ര അവർ നാളെ അവകാശപ്പെടാൻ പോകുമെന്ന കാര്യം ഏതായാലും കാത്തിരുന്നു തന്നെ കാണാം. മദനിക്ക് നാളെ കർണാടക സർക്കാർ നൽകുന്ന കണക്കിന്റെ അടിസ്ഥാനത്തിൽ അത് കോടതി അംഗീകരിക്കുകയാണെങ്കിൽ കേരളത്തിലേക്ക് വരാൻ വഴിയൊരുങ്ങുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള സർക്കാരും ഇന്ന് മദനിയെ സുപ്രീം കോടതിയിൽ പിന്തുണച്ചിരുന്നു. കേരളത്തിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ G. പ്രകാശ് കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഹാജരായിക്കൊണ്ട് പറഞ്ഞത് മദനിക്ക് ആവശ്യമായ എല്ലാ സുരക്ഷയും ഒരുക്കാൻ കേരള സർക്കാർ തയ്യാറാണെന്നായിരുന്നു. എന്നാൽ കോടതി ഈ ഒരു നിർദ്ദേശം അംഗീകരിച്ചിട്ടില്ല. കോടതി ചോദിച്ചത് കേരളത്തിൽ സുരക്ഷ ഏർപ്പെടുത്തുക എന്നത് മറ്റൊരു വിഷയമാണ്. ഇവിടെ കർണാടകത്തിന്റെ കസ്റ്റഡിയിലുള്ള ഒരാളാണ്. അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ കർണാടക പോലീസ് തന്നെയാണ് കസ്റ്റഡി ഒരുക്കേണ്ടത്. അവിടെ നിന്ന് ആൾക്കാർ വരികയാണെങ്കിൽ അവർ തന്നെ തുടരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല. കർണാടക തന്നെ സുരക്ഷ ഒരുക്കട്ടെ, പക്ഷേ ഈ ചിലവ് അംഗീകരിക്കാനും കഴിയില്ല. അതായിരുന്നു ഇന്നത്തെ കോടതിയുടെ നിലപാട്. കർണാടക സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സുപ്രീം കോടതി മദനിയെ കേരളത്തിലേക്ക് അയക്കുന്ന കാര്യത്തിൽ 15 ലക്ഷം രൂപയുടെ ചെലവ് നൽകിയതിനെതിരായുള്ള രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. 15 ലക്ഷം രൂപ എന്ന തുക ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. PS ശ്രീധരൻപിള്ള BJP നേതാവ് ചേരുന്നു. PS ശ്രീധരൻപിള്ള, ശരിക്കും കർണാടക സർക്കാർ മദനിയെ പിന്തുടർന്ന് വേട്ടയാടുകയാണ്, ഗൂഢാലോചനയുണ്ട് എന്നുള്ള ആരോപണം, PDPയുടെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയല്ലേ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം വന്നിരിക്കുന്നത്? ഒരു നിലയ്ക്കും കേരള സർക്കാർ എന്ത് റോളാണ്, എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയമാണ്, ആ ചോദ്യത്തിന്റെ അർത്ഥതലങ്ങളാണ് കേരളം ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം UDF ആയാലും LDF ആയാലും മാറി മാറി വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് യാതൊരു തത്വദിശയും ഇല്ലാതെ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മദനിയെ വെള്ളപൂശാൻ എക്കാലത്ത് ശ്രമിച്ചിട്ടുണ്ട്. നിയമസഭ ഒട്ടാകെ പ്രമേയം പാസാക്കിയ കോയമ്പത്തൂരിലെ കാര്യം നമുക്ക് മറക്കാനാവില്ല. ഇപ്പോഴ് രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കേസിൽ അദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ള കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ പ്രഥമ ദൃശ്യ ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ എല്ലാ നീതിപീഠങ്ങളിലും പോയപ്പോൾ സാധാരണഗതിയിൽ കിട്ടുന്ന ജാമ്യം പോലും നൽകാതെ ആ നിലപാട് സ്വീകരിക്കായിരുന്നു കോടതികൾ. സുപ്രീം കോടതിയാണ് ഏറ്റവും ഒടുവിലായിട്ട് പിന്നെ ഏറ്റവും അവസാനം ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തിട്ട് അദ്ദേഹത്തെ പുറത്ത് ജീവിക്കാൻ അനുവദിച്ച അവസരത്തിൽ തന്നെ കർശനമായ വ്യവസ്ഥകൾ വന്നിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഇതെല്ലാം BJPക്കാർ സൃഷ്ടിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളിലാണ് UDFും LDFും ഏർപ്പെട്ടിരുന്നത്. ഇപ്പൊ തെളിഞ്ഞിട്ടുള്ളത് എന്താ? ഇതിനെ അതിശക്തമായിട്ട് മുമ്പത്തേക്കാൾ ശക്തമായിട്ട് കോൺഗ്രസ് സർക്കാർ എതിർക്കേണ്ടി വന്നില്ലേ? അപ്പൊ വസ്തുതാപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നിലപാടുള്ളത് കൊണ്ടല്ലേ അവരെ എതിർത്തത്. കേരളത്തിലെ UDF സ്വീകരിച്ച നിലപാടും LDF സ്വീകരിച്ച നിലപാടും തെറ്റാണെന്നല്ലേ ഇതുവഴി തെളിഞ്ഞിട്ടുള്ളത്. അതിന്റെ പേര് ജനങ്ങളോട് മാപ്പ് ചോദിക്കല്ലേ വേണ്ട രണ്ടു കൂട്ടരും. മറിച്ച് ഇപ്പോഴേ വന്ന ഒബ്സർവേഷനിൽ കേരളത്തിന് എന്താ എന്ന് പറഞ്ഞാൽ മുഖത്തടിച്ച പോലല്ലേ സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാർ ചോദിച്ചിട്ടുള്ളത്. ഈ നാണക്കേട് കേരളത്തിന് എന്തിനു നേടിക്കൊടുക്കണം? വോട്ടിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ആത്മാവും മൂല്യങ്ങളും തത്വദിശയും എല്ലാം മറന്നുകൊണ്ടുള്ള പോക്കാണ്. അതിനെയാണ് പ്രതിഷേധിക്കേണ്ടത്. കേരളത്തിന് വിമർശനമില്ല, കർണാടക സർക്കാരിനെതിരെയാണ്. അല്ല, കേരളത്തോട് ചോദിച്ചില്ല. കേരളം ഇടപെടേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടാക്കും.
പണം കേരളം കൊടുക്കാന്ന് പറയുമ്പോൾ കേരളത്തിന്റെ പണി എന്താന്ന് ചോദിച്ചാൽ അർത്ഥം എന്താ? അല്ല, അത് സ്വാഭാവികമായി ഇപ്പോ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവർ ഒരു പണം ഖജനാവിലെ പണം ഞങ്ങൾ ചെലവഴിക്കാന്ന് പറയത്തക്ക വണ്ണം പിന്നെ ക്ഷണിക്കാത്ത അതിഥിയെ പോലെ കടന്നു ചെന്നിട്ട് പറയേണ്ട ആവശ്യം എന്താ? അല്ല, ക്ഷണിച്ചിട്ട് തന്നെയാണ്. PDP-കാർ ആവശ്യപ്പെട്ടിരുന്നല്ലോ സർക്കാരിനോട്. ശ്രീ PS ശ്രീധരൻപിള്ള അവരല്ല ആവശ്യപ്പെടുന്നത്. ഇതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്രിമിനൽ കേസിലെ കുറ്റവാളിയായി വരുന്ന അവസരത്തിൽ ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്യുന്ന സർക്കാരല്ലേ, പ്രോസിക്യൂഷൻ അല്ലേ പറയേണ്ടത്. അവർ പറയേണ്ട കാലത്ത് ജാമ്യം കൊടുക്കുന്നതിനെ പോലെ ഇങ്ങോട്ട് പോരുന്നതിനെ പോലെ എതിർത്തു. പിന്നെ അനുവദിച്ചപ്പോഴാണ് കല്യാണത്തിന് പോകുന്നത് എതിർത്തത്. ഇതെല്ലാം എതിർത്ത സർക്കാർ ഇത്രയും കാലം BJP-ക്കെതിരെ ആരോപണം ഉന്നയിച്ചൊരു മാപ്പ് പറയല്ലേ ചെയ്യേണ്ടത്? പ്രഥമ ദൃഷ്ട്യാ കേസിന്റെ അടിസ്ഥാനത്തിലല്ലേ സാധാരണഗതി ഇത്രയും കൊല്ലം നീണ്ടു കഴിഞ്ഞാൽ ജാമ്യം കിട്ടേണ്ടതിൽ ഒരു കർശന വ്യവസ്ഥകൾക്ക് വിധേയമായ ജാമ്യം കൊടുക്കാത്ത നിലയിൽ എല്ലാം നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ അന്തസ്സത്തെ മാനിക്കല്ലേ വേണ്ടത്? BJP പ്രതിക്കൂട്ടിലാക്കിയവര്, സംഘപരിവാറിനെ പ്രതിക്കൂട്ടിലാക്കിയവര്, ഞങ്ങൾ പറയുന്നത് പ്രഥമ ശിക്ഷ കേസുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നാണ്. അത് കോയമ്പത്തൂർ ജയിലിൽ കിടന്നപ്പോഴാലും ബാംഗ്ലൂരിൽ കിടക്കുമ്പോഴാലും ഞങ്ങളുടെ നിലപാട് അതാണ്. തത്വാധിഷ്ഠമായ നിലപാടാണ്, വൈരുനിരാന ബുദ്ധിയുള്ള നിലപാടല്ല. മറ്റു രണ്ടു കൂട്ടരും പ്രീണിപ്പിക്കാൻ വേണ്ടി അടിസ്ഥാന തത്വങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നിലപാട് സ്വീകരിച്ചതാണ് വ്യത്യാസം. PS ശ്രീധരൻപിള്ളയാണ് പ്രതികരിച്ചത്. കേരള സർക്കാരിനും കൂടിയേറ്റ ഒരു പ്രഹരമുണ്ട് ഈ കോടതി പരാമർശത്തിൽ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. M. ഉണ്ണികൃഷ്ണൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. കേരള സർക്കാർ എന്തിനാണ് ഈ വിഷയത്തിൽ കയറി ഇടപെടുന്നത് എന്നുള്ള ചോദ്യം സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു. പ്രവീൺ, കേരളം എന്തിന് ഇടപെടുന്നു എന്നല്ല കോടതി പറഞ്ഞത്, മറിച്ച് കേരളം ഇക്കാര്യത്തിൽ ഈ മദനിക്ക് ആവശ്യമായി സുരക്ഷ ഒരുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം കർണാടകയാണ് സുരക്ഷ ഒരുക്കേണ്ടത്, കേരളം സുരക്ഷ ഒരുക്കുക എന്നത് മറ്റൊരു വിഷയമാണ്. കാരണം കർണാടകത്തിന്റെ കസ്റ്റഡിയിലുള്ള ഒരാളാണ്. കർണാടക പോലീസ് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കി കേരളത്തിലേക്ക് വരുമ്പോൾ ആ സുരക്ഷാ ചുമതലയിൽ തുടരാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഈ ഒരു നിർദ്ദേശം പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 2 തവണയാണ് സർക്കാർ അഭിഭാഷകനായ G. പ്രകാശ് ഇക്കാര്യത്തിൽ കേരളത്തിന് നിലപാട് വ്യക്തമാക്കിയത്. ഒന്ന് തുടക്കത്തിൽ തന്നെ, അതായത് ഞങ്ങൾ സുരക്ഷ ഒരുക്കാൻ തയ്യാറാണെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. മറ്റൊരു ഘട്ടത്തിൽ കൂടി അദ്ദേഹം ഇക്കാര്യം ഇടപെട്ടുകൊണ്ട് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ കോടതി ഈ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല. കേരളം ചുമതല ഒരുക്കുക എന്നത് തീർത്തും വ്യത്യസ്തമായ വിഷയമാണ്, അതിപ്പോൾ പരിഗണനയിലില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീ ഹാരിസ് ബീരാൻ ഒപ്പം ചേരുന്നുണ്ട്, അഭിഭാഷകൻ. ഹാരിസ് ബീരാൻ, ശരിക്കും കർണാടക സർക്കാരിനേറ്റ ഒരു വലിയ തിരിച്ചടി പുനർവിചിന്തനം നടത്തിയേ പറ്റൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? തീർച്ചയായിട്ടും ഇത്ര അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഈ അടുത്ത കാലത്തൊന്നും ഒരു സംസ്ഥാന സർക്കാരിനും സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുകയില്ല. അവർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അടുത്താണ് കളിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ സർക്കാരിന് വേണമെന്നുള്ളത്. മാത്രവുമല്ല, ഞങ്ങൾ ഈ ഉത്തരവ് 2 ദിവസം മുമ്പ് പാസ്സാക്കിയിട്ട് ആ ഉത്തരവ് എങ്ങനെ നടപ്പാക്കാതിരിക്കാം, എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ള ഒരു റിസർച്ച് പോലെയാണ് ആ പേപ്പർ, ആ ഒരു 15 ലക്ഷം രൂപയുടെ എക്സ്പോർട്ട് ഫീസ് എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതിരൂക്ഷമായിട്ടാണ് സുപ്രീം കോടതി കർണാടക സർക്കാരിനെ വിമർശിച്ചത്. ഈ ഒരു മെസ്സേജ് സർക്കാരിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്പമെങ്കിലും അവർ സുപ്രീം കോടതിയുടെ വേർഡ് തന്നെ ഉപയോഗിച്ച വേർഡ് തന്നെ കോമൺ സെൻസ് ആണ്. അല്പമെങ്കിലും കോമൺ സെൻസ് അവർക്കുണ്ടെങ്കിൽ നാളെ ഒരു റിവൈസ്ഡ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് പോയപ്പോൾ ഉണ്ടായ 18,000, ആ 18,000 അല്ലെങ്കിൽ അതിനകത്ത് അത് ഇരട്ടി ആയിക്കോട്ടെ, എന്നിരുന്നാൽ പോലും ആ ഒരു ലെവലിലേക്ക് ഇത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകത അവർക്ക് വന്നിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാരിസ് ബീരാൻ. കർണാടക സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സുപ്രീം കോടതി. M. ഉണ്ണികൃഷ്ണൻ, രൂക്ഷമായ വിമർശനം ആണ് ഉണ്ടാകുന്നത്. വിധി അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയം പോലും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് ഈ വിഷയത്തിൽ. പ്രവീൺ, അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിന് ഏറ്റവും അടിസ്ഥാനമായ ഇന്നത്തെ വിമർശനങ്ങൾക്കൊക്കെ കാരണമായ ഒരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കർണാടക സർക്കാർ മദനിക്ക് കേരളത്തിൽ പോകുന്നതിന് വേണ്ടി ഒരു ഉപാധി മുന്നോട്ട് വെച്ചിരുന്നു. അതായത് യാത്രാ ചിലവുകൾ മദനി തന്നെ വഹിക്കണമെന്ന കാര്യം. അന്ന് കോടതി പറഞ്ഞത് വലിയ തുകയൊന്നും ഈടാക്കരുത്, ഈ ന്യായമായ തുക മാത്രമേ ഈ സുരക്ഷ ഒരുക്കുന്ന ചിലവിനത്തിൽ ഈടാക്കൂ എന്നായിരുന്നു. കർണാടക സർക്കാരിന് വേണ്ടി ഹാജരായ അവരുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അരിസ്റ്റോട്ടിൽ അക്കാര്യം അംഗീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ അതിനുശേഷമാണ് കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥർ, ബംഗളൂരുവിലെ പോലീസ് ഉദ്യോഗസ്ഥർ മദനിക്ക് 15 ലക്ഷത്തോളം രൂപയുടെ ബിൽ നൽകിയിരുന്നത്. ഈ 15 ലക്ഷം രൂപയുടെ ബില്ലിന് പുറമെ വിമാനയാത്ര,
നിരക്ക് അടക്കം ഉൾപ്പെടും. സുപ്രീം കോടതിയിൽ നൽകിയ ഉറപ്പിന് വിരുദ്ധമായി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് ജസ്റ്റിസ് SA ബോബ്ഡെയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ നടത്തുന്നത് നീതി നിഷേധമാണ്, ഏത് സ്ഥാപനത്തോടാണ് സംസ്ഥാന സർക്കാർ കളിക്കുന്നത് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഉണ്ടായി. വലിയ രൂക്ഷമായ വിമർശനം തന്നെ ഉണ്ടായി. അതിനൊടുവിലാണ് നിലവിലെ ചിലവ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല, പുതുക്കിയ ചിലവുമായി ഉള്ള പട്ടിക നാളെ തന്നെ സമർപ്പിക്കുമെന്ന നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവ് അട്ടിമറിക്കാൻ കർണാടക സർക്കാർ ശ്രമിച്ചുവെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവരുടെ ചിലവ് പട്ടിക അംഗീകരിക്കാതെ അത് പുനഃപരിശോധിക്കും, വെറും ടിഎയും ഡിഎയും മാത്രം ഉൾപ്പെടുത്തി പുതിയ പട്ടിക സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, കർണാടക സർക്കാരിനെതിരെ ആഞ്ഞടിച്ച മദനിയുടെ സുരക്ഷാ ചെലവുമായി ബന്ധപ്പെട്ട് 15 ലക്ഷം രൂപ നൽകണം എന്നുള്ള കർണാടക സർക്കാരിൻ്റെ നിലപാടിനെതിരെ ശക്തമായ നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. കേരളത്തിൽ പോകുന്നത് തടയാനുള്ള ശ്രമം, പുതിയ ചെലവ് കണക്ക് അവതരിപ്പിക്കണം എന്നുള്ള നിലപാട് കൂടി കോടതി അറിയിക്കുകയാണ്.